അജിത് പവാറിന് ആകസ്മിക ദുരന്തമുണ്ടായതിനു പിന്നിൽ ദുർമന്ത്രവാദമോ? മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ അജിത് പവാറിന്റെ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടുമുൻപ് ദുർമന്ത്രവാദം നടന്നിരുന്നുവെന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് അമോൽ മിത്കാരി ആരോപിക്കുന്നു. ജനുവരി 28-ന് NCP മേധാവിയും മറ്റു 4 പേരും മരിച്ച മാസങ്ങൾക്ക് ശേഷമാണ് ഈ ആരോപണം എന്നതും ശ്രദ്ധേയം. മിത്കാരി സംസ്ഥാന നിയമസഭയിലെ അംഗമാണ്. പവാർ നിർമ്മാണ സ്ഥലത്ത് എത്തുന്നതിന് ഒരു ദിവസം മുൻപ് വിദ്യാപ്രതിഷ്ഠാൻ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്തിന് സമീപം ഒരു അഘോരി പൂജ നടത്തിയതായി അദ്ദേഹം പറയുന്നു. എക്സ് മിത്കാരിയിലെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ എഴുതി: വിദ്യാപ്രതിഷ്ഠാൻ AI കെട്ടിട നിർമ്മാണത്തിന് സമീപം അർദ്ധരാത്രിയിൽ നടന്ന ഭയാനകമായ അഘോരി പൂജ. കെട്ടിട നിർമ്മാണം പരിശോധിക്കാൻ ദാദ രാവിലെ ഇവിടെ വരേണ്ടതായിരുന്നു. മറ്റൊരു പോസ്റ്റിൽ തലകീഴെ തൂങ്ങിക്കിടക്കുന്ന ഒരു ആടിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപകടത്തിന് മുൻപ് ഘട്ടാപ്പട്ട കടേവാടിയിലെ പവാറിന്റെ വസതിക്ക് മുന്നിൽ ഒരു ആടിന്റെ തലകീഴെ തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് നാട്ടുകാരെ ഉദ്ധരിച്ച് NCP നേതാവ് പറയുന്നു. ഘട്ടാപ്പട്ട കടേവാടി പ്രദേശത്തെ ദാദയുടെ ബംഗ്ലാവിന് മുന്നിലാണ് ഈ ഭയാനകമായ കാഴ്ച. വിമാന അപകടത്തിന് മുൻപ് ഈ സ്ഥലത്തൊരു ആടിനെ തലകീഴെ തൂക്കിയിട്ടിരുന്നു എന്നും താഴെ ഒരു ഭയാനകമായ ആചാരം നടത്തിയിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് NCP നേതാവ് രോഹിത് പവാറും സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പുരോഗമനപരമായ മഹാരാഷ്ട്ര, അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല, ആരും അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ MLA അമോൽ ജി മിത്കാരി പറഞ്ഞതുപോലെ അജിത് ദാദയുടെ സഹയോഗ് സൊസൈറ്റിയുടെ വസതിക്ക് പുറത്ത് നടത്തിയ ബ്ലാക്ക് മാജിക്കും ദേവഗിരി ബംഗ്ലാവിന് പുറത്ത് നാസിക്കിലെ ഭോണ്ടു ബാബയിലൂടെ നടത്തിയ ബ്ലാക്ക് മാജിക്കും പുറത്തു വന്നതോടെ ഈ കേസ് അങ്ങേയറ്റം ദുഷ്ടലക്ഷണമായി തോന്നുന്നു എന്ന് രോഹിത് പവാർ പറഞ്ഞതായി ദ ഹിന്ദുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബാരാമതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ അജിത് പവാറിന്റെ ഭാര്യയും നിലവിലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ സുനേത്ര പവാർ അദ്ദേഹത്തിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കണം എന്നുണ്ടെന്ന്, ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്നും സുനേത്ര പവാർ പറഞ്ഞു. അജിത് പവാറിന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് അനന്തരവൻ രോഹിത് പവാറും പറഞ്ഞിരുന്നു. യാത്രാസമയം മാറ്റിയതിനെ കുറിച്ചാണ് രോഹിത് പവാർ സംശയം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് അജിത് പവാർ യാത്രാ ഷെഡ്യൂൾ മാറ്റിയത് എന്ന് രോഹിത് ചോദിച്ചു. അജിത് പവാറിന്റെ മരണത്തിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉത്തരവ് കാത്തിരിക്കുകയാണ്. ജനുവരി 27 വൈകുന്നേരം മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് തിരിക്കാനായിരുന്നു അജിത് പവാർ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം തയ്യാറായിരുന്നു. ഒരു പ്രമുഖ നേതാവ് കാണാൻ വന്നതോടെയാണ് യാത്ര വൈകിയത് എന്ന് രോഹിത് പറയുന്നു. തുടർന്നാണ് 28-ാം തീയതി രാവിലെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ജനുവരി 28-ന് പൂനെയ്ക്ക് സമീപം ബാരാമതിയിൽ ഉണ്ടായ വിമാന അപകടത്തിലാണ് അജിത് പവാർ കൊല്ലപ്പെട്ടത്. ലാൻഡിങ്ങിനിടെ ചെറുവിമാനം തകർന്നു വീണ് തീ പിടിക്കുകയായിരുന്നു. 2 പൈലറ്റുമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേരും കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.